നമസ്കാരം. ഏവർക്കും അരുൺ ടെക്സ്റ്റിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡായ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. അപ്പം ഏകദേശം 118ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ CBSE വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഏജ് ലിമിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് നോക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് cbse.gov.in എന്ന വെബ്സൈറ്റാണ് വരുന്നത്. അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവും. അതിനകത്ത് മെയിൻ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് ആൻഡ് CBSE എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ വേക്കൻസീസ് ആണ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അഡ്മിനിസ്ട്രേഷൻ, അക്കാദമിക് സ്കിൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ അക്കൗണ്ട് ഓഫീസർ, ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് തുടങ്ങിയ 118ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ CBSE വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി തസ്തികയിൽ ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഭൂമിശാസ്ത്രം, ഇൻഫർമേഷൻ ടെക്നോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചർ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ, ടൂറിസം തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ ബിരുദം, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ BEd, MBA, CA, ICWA, BE, BTech. ഇതാണ് അതിൻ്റെ യോഗ്യത പറയുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വനിത, അതുപോലെ തന്നെ SC, ST, OBC, PWBD, ESM തുടങ്ങിയ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടെന്ന് കൂടെ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ ഫീസ് വരുന്നുണ്ട്. അപേക്ഷ ഫീസ് ഇപ്പോൾ വനിത, അതുപോലെ തന്നെ SC, ST, PWBD, ESM എന്നിവർക്ക് അപേക്ഷ ഫീസ് ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള അവർക്കാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്കാണെങ്കിൽ 1500 രൂപയും, അതുപോലെ തന്നെ മറ്റുള്ള തസ്തികയിലേക്കാണെങ്കിൽ 800 രൂപയാണ് വേണ്ടത്. താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏപ്രിൽ 11 മുന്നായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.